നമസ്കാരം. വാർത്താ വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 15. സ്വകാര്യ ട്യൂഷന് കടിഞ്ഞാൺ. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന വിഷയത്തിൽ കർശന നടപടിക്ക് സർക്കാർ. ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ തന്നെ ഒത്താശയോടെയെന്ന നിഗമനത്തിലാണ് അധികൃതർ. സർക്കാർ ശമ്പളം പറ്റി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ എഇഒ, ഡിഇഒമാർക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കണ്ണൂരിൽ DNA പരിശോധനയ്ക്ക് ലഭിച്ച സാമ്പിളുകളിൽ നിന്ന് 380 എണ്ണം തിരിച്ചറിയാനായില്ല. 431 പോസ്റ്റ്മോർട്ടം സാമ്പിളുകളും 172 രക്തസാമ്പിളുകളുമാണ് കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിൽ ലഭിച്ചത്. അതിൽ 223 പോസ്റ്റ്മോർട്ടം സാമ്പിളുകളാണ് തിരിച്ചറിഞ്ഞതെന്ന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ ലാബ് വ്യക്തമാക്കി. ജൂലൈ 30 നടന്ന ദുരന്തത്തിൽ 298 പേർ മരിച്ചെന്നാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. 44 പേരെ കാണാതായി. മരിച്ച 254 പേരെ തിരിച്ചറിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് പകരമായി പല മടങ്ങ് ലാഭവിഹിതം വേണമെന്ന ധനമന്ത്രാലയത്തിന്റെ ആവശ്യം പിൻവലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിജിഎഫിന്റെ കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ച സമീപനത്തിന് വിരുദ്ധമാണിതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായധനമായി തന്നെ അനുവദിക്കണം. കേരളത്തിന് അനുകൂല തീരുമാനമുണ്ടാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തു. ദക്ഷിണ കൊറിയയിൽ വിവാദ പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് യൂൻ സോക് യോളിനെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തു. 300-അംഗ പൊതുസഭയിൽ ശനിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 204 പേരാണ് ഇംപീച്ച്മെന്റ് പ്രമേയത്തെ പിന്തുണച്ചത്. യോളിനെ പുറത്താക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ കോടതിയാണ്. യോളിനെ ഇംപീച്ച് ചെയ്ത സാഹചര്യത്തിൽ ഇടക്കാല പ്രസിഡന്റായി പ്രധാനമന്ത്രി ഹാൻ ഡക് സു അധികാരമേറ്റു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായക ഞായറാഴ്ച ഡൽഹിയിലെത്തും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്തും. രാത്രി 7-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ചയും നടത്തും. ആനക്കൂട്ടം മറിച്ചിട്ട മരം ബൈക്കിന് മുകളിൽ വീണ് വിദ്യാർത്ഥിനി മരിച്ചു. ആനക്കൂട്ടം കുത്തിമറിച്ചിട്ട മരം ബൈക്കിന് മുകളിൽ വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി വെസ്റ്റ് C12 IL ടൗൺഷിപ്പ് ഇൻസ്ട്രുമെന്റേഷൻ ക്വാർട്ടേഴ്സിൽ വിൻസന്റെ മകൾ CV ആൻമേരിയാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന പല്ലാരിമംഗലം അറിവാട് മുല്ലശ്ശേരി അൽത്താഫ് അബൂബക്കറിനെ പരിക്കുകളോടെ കോതമംഗലം ABMM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തറവാട്ടിലെ കുടിശ്ശികയുടെ പേരിൽ പട്ടികവർഗ കുടുംബത്തിന്റെ പുതിയ വീടിന് വൈദ്യുതി നിഷേധിച്ച് KSEB. തറവാട് വീട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് അടക്കാനുള്ള വൈദ്യുതിയുടെ കുടിശ്ശികയുടെ പേരിൽ പട്ടികവർഗ കുടുംബത്തിന്റെ പുതിയ വീടിന് KSEB വൈദ്യുതി നിഷേധിച്ചു. അയ്യൻകുന്ന് ഉരുപ്പംകുറ്റി പട്ടികവർഗ ഊരിലെ ശ്രീധരനും ഭാര്യയും 3 മക്കളും അടങ്ങിയ കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടിനാണ് വൈദ്യുതി നൽകാത്തത്. 2 വർഷം മുൻപാണ് വീട് പൂർത്തിയായത്. വളപട്ടണം കവർച്ച. അരി വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി CP ലിജേഷിനെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. വീണ്ടും ജയിലിലടച്ചു. കവർച്ച നടത്തിയതിൽ വലിയ കുറ്റബോധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ TP സുഭാഷിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി. വൻ കവർച്ച നടത്തിയെങ്കിലും 1 രൂപയുടെ പ്രയോജനമില്ലാതെ കള്ളനെന്ന പേര് വന്നെന്ന് ലിജീഷ് പറഞ്ഞു. കേരളത്തിൽ നിർമ്മിതോൽപ്പാദന മേഖലയിൽ മുന്നേറ്റമുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാക്കനാട് കിൻഫ്ര എക്സിബിഷൻ സെന്ററിൽ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര വ്യാവസായിക എക്സ്പോ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വാണിജ്യ സേവന മേഖലകളിലാണ് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. 15% താഴെ മാത്രമാണ് ഉൽപ്പാദന മേഖലയുടെ പങ്കെന്നും ഈ രംഗത്തേക്ക് കൂടുതൽ സംരംഭങ്ങൾ വരേണ്ടതുണ്ടെന്നും സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇതിനായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഈ വർഷം വിമാനയാത്ര നടത്തിയത് 53 കോടി ആളുകൾ. ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയെ വ്യോമഗതാഗത മന്ത്രി മുരളീധർ മോഹോൽ ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ച കണക്കാണിത്. ലുലു മാളിന്റെ പുതിയ ഷോറൂം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നത് മൂലം മുതിർന്ന പൗരന്മാരുടേത് മാത്രം സ്വന്തമായി കേരളം മാറരുതെന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ MA യൂസഫലി. കോട്ടയം മണിപ്പുഴയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഷോറൂമിൽ കാറുകൾക്ക് തീയിട്ട സംഭവത്തിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. ചിറക്കര പള്ളിത്താഴെ ഇൻസെഡ് ഗ്രൂപ്പിന്റെ നെക്സ കാർ ഷോറൂമിന്റെ യാർഡിൽ സൂക്ഷിച്ച കാറുകൾക്ക് തീയിട്ട സംഭവത്തിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. വയനാട് വെള്ളമുണ്ട തെറ്റമല സ്വദേശി പന്നിയോടൻ PC സജീർ ആണ് അറസ്റ്റിലായത്. കാവുംഭാഗം മൈത്രി ബസ് സ്റ്റോപ്പിന് സമീപം വാടകയ്ക്കാണ് താമസം. 2.5 വർഷമായി സ്ഥാപനത്തിൽ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 3:40-ന് കാറുകൾക്ക് തീയിട്ട ശേഷം പതിവ് പോലെ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയ സജീർ രാത്രി വരെ ഷോറൂമിലുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ ജോലിക്ക് എത്തിയില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്കെത്തിയത്. വ്യാജരേഖയുണ്ടാക്കി ഇയാൾ കാർ ആവശ്യമുള്ളവരിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചതായും പഴയ കാർ വാങ്ങി വിൽപ്പന നടത്തിയതായും കണ്ടെത്തി. പോക്സോ കേസിൽ CPI ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. പോക്സോ കേസിൽ CPI മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ. പൂതന്നൂർ ആലങ്ങാട്ട് വീട്ടിൽ ബാലകൃഷ്ണനെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 6 വർഷത്തോളമായി മുണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ. സഭയിൽ ഭരണഘടനയെച്ചൊല്ലി പോര്. BJPയുടെ നിയമസംഹിത മനുസ്മൃതി എന്ന് രാഹുൽ. ഒരു കുടുംബത്തിന്റെ താൽപര്യത്തിന് ഭരണഘടന മാറ്റിമറിച്ചു എന്ന് മോദി. മഹാഭാരത കഥയും ഭരണഘടനയെക്കുറിച്ചുള്ള സവർക്കറുടെ വാക്കുകളും ഉദ്ധരിച്ച് BJPയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദ്രോണാചാര്യർ ഏകലവ്യന്റെ പെരുവിരൽ ദക്ഷിണയായി ചോദിച്ചതിന് സമാനമായി BJP യുവാക്കളുടെയും ബിസിനസുകാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പെരുവിരൽ മുറിച്ചെടുക്കുകയാണെന്ന് രാഹുൽ ആരോപിച്ചു. അദാനിക്കും അംബാനിക്കും ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി ചെറുകിട വ്യവസായികളുടെ പെരുവിരൽ മുറിക്കുകയാണ് തങ്ങൾ ഭരണഘടനയെയാണ് അടിസ്ഥാനമാക്കുന്നതെന്നും BJPയുടെ നിയമസംഹിത മനുസ്മൃതിയാണെന്നും ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയിൽ രാഹുൽ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് ദുരിതാശ്വാസ പാക്കേജ് ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള MPമാർ സംയുക്തമായി പ്രതിഷേധിച്ചു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ LDFന്റെയും UDFന്റെയും പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തു. EVKS ഇളങ്കോവൻ അന്തരിച്ചു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ EVKS ഇളങ്കോവൻ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2 ആഴ്ചയിലേറെയായി ചികിത്സയിലായിരുന്നു. ശനിയാഴ്ച രാവിലെ 10:15-ഓടെയാണ് മരണം. ഈറോഡ് ഈസ്റ്റിൽ നിന്നുള്ള MLA ആയ അദ്ദേഹം 2 തവണ TNCC പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടന കാലത്തിന് ഇന്ന് തുടക്കം. 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്തിന് ഞായറാഴ്ച തുടക്കമാകും. ശിവഗിരി തീർത്ഥാടനം 30-ന് രാവിലെ 10-ന് രാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ 2 ഇടങ്ങളിലായി ഉണ്ടായ വെടിവെപ്പിൽ ബീഹാറിൽ നിന്നുള്ള 2 നിർമ്മാണ തൊഴിലാളികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. തൗബൽ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ തീവ്രവാദിയെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടു. ലൈസ്രാം പ്രേം 18 ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 6 പേരെ അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന സുലുങ് ഫാമിൽ വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടെ കാറിനുള്ളിൽ നിന്ന് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ആയുധശേഖരവും മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. സ്വേച്ഛാധിപത്യ മനോഭാവവും സ്വാർത്ഥതയുമാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും ഒരു കുടുംബത്തിന്റെ താൽപര്യത്തിന് മാത്രമായി ഭരണഘടനയെ ആ പാർട്ടി മാറ്റിമറിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ഭരണഘടനയുടെ 75-ാം വാർഷികം പ്രമാണിച്ച് ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാണ് കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തിനെയും പ്രധാനമന്ത്രി കടന്നാക്രമിച്ചത്. ഭരണഘടനയുടെ ആത്മാവിനെ കോൺഗ്രസ് കൊലപ്പെടുത്തിയെന്നും നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ളവർ ഇതിന് നേതൃത്വം നൽകിയെന്നും 2 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ മോദി കുറ്റപ്പെടുത്തി. വാർത്താ വായന അവസാനിച്ചു. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.